ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് പല എക്സസൈസ് FIGPയുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. പല പ്രാക്ടിക്കൽ, ഇപ്പൊ റിമോട്ട് സെൻസിങ്ങിന്റെ പല പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ട്. അതില് ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. റെസൊല്യൂഷൻ എങ്ങനെയാണ്, പല കാര്യങ്ങൾ. There are different factors connected with റിമോട്ട് സെൻസിങ്, റൈറ്റ്. അപ്പൊ നമ്മളതില് ബാൻഡ് കോമ്പിനേഷൻ എന്താന്ന് നോക്കി. നമ്മളതില് മറ്റേ എന്താ പറയാ, അൺസൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്താന്ന് നോക്കി. ലാൻഡ്സാറ്റ് ഇമേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കി. പല സംഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ ക്ലാസ്സിലും കാണിച്ചു തന്നിട്ടുണ്ട്, റൈറ്റ്. അപ്പോ ഇന്നത്തെ ലെസൺ എന്ന് പറയുന്നത് ജിയോ റെഫറൻസിങ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രാക്ടിക്കൽ എക്സർസൈസ് ആണ്. അപ്പൊ ഒരു ഇമേജ് എങ്ങനെയാണ് ജിയോ ടാഗ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണോ, അതായത് ജിയോ റെഫറൻസിങ് എന്ന് പറഞ്ഞ ഒരു ഇമേജിനെ ലൊക്കേഷൻ ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, മനസ്സിലാവുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ ഇമേജ് കാണാവുന്നതാണ് അല്ലെ? നിങ്ങൾക്ക് ഈ ഇമേജ് എവിടത്തെ സ്ഥലം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത് നമ്മുടെ കോളേജിന്റെ ഇമേജ് ആണ്, റൈറ്റ്. ഇത് നമ്മുടെ ഗ്രൗണ്ടാണ്. ഇത് നമ്മുടെ പുതിയ ബ്ലോക്ക് കണ്ടോ, ലേഡീസ് ഹോസ്റ്റൽ, മെയിൻ ബ്ലോക്ക്, സ്വിമ്മിംഗ് പൂള്, റൈറ്റ്. നമ്മുടെ മെൻസ് ഹോസ്റ്റലിന്റെ ഗ്രൗണ്ട് അല്ലെ. അപ്പൊ ഈ ഇമേജിന് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ജിയോ ടാഗ്ഡ് അല്ല, ഇത് വെറുതെ ഒരു ഇമേജ് ആണ്. അപ്പൊ ഇത് RGS ആണ്. നിങ്ങൾക്ക് RGS, നമ്മൾ RGSൽ കുറച്ച് ദിവസമായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ എന്താന്നൊക്കെ അറിയാം, RGS എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം, റൈറ്റ്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഫോൾഡർ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കാണ് എൻ്റെ ഡ്രൈവില്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, റൈറ്റ്. അപ്പോ നമ്മൾ ഇത് എടുത്തു. അത് ഞാൻ ഓൾറെഡി ഇമേജ് കൊണ്ടുവന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പോലെ എടുക്കുക. നമ്മൾ ഇമേജ് എങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇമേജ് എടുക്കുന്നത് എങ്ങനെയാണ്, റൈറ്റ്. അതിങ്ങനെ പോകുന്നു. എവിടെയാണ് ഇമേജ്, റൈറ്റ്, റൈറ്റ്, ഇമേജ്. ഞാൻ ഇതാണ് ഫോൾഡർ. സോ ഞാനിവിടെ ഇമേജ് കോപ്പി ആഡ് ചെയ്യണം, റൈറ്റ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ദി ഫോളോയിങ് ഡാറ്റ സോഴ്സസ് യു ആഡഡ് ആർ മിസ്സിംഗ് സ്പേഷ്യൽ റെഫറൻസ് ഇൻഫർമേഷൻ. സ്പേഷ്യൽ റെഫറൻസ് ഇൻഫർമേഷൻ, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ലാൻഡ്സാറ്റിന്റെ ഇമേജ് തന്നു. ആ ലാൻഡ്സാറ്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് അതിൽ സ്പേഷ്യൽ ഇൻഫർമേഷൻ ഉള്ളതാണ്. സ്പേഷ്യൽ ഇൻഫർമേഷൻ ഉള്ള ഒരു ഇമേജ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന അൺസൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷനോ ബാൻഡ് കോമ്പിനേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ്ട ഇതില് ശ്രദ്ധിക്കുക, അതാണ്ട ഇമേജ്, ദി ഫോളോയിങ് ഡാറ്റ സോഴ്സസ് യു ആഡഡ് ആർ മിസ്സിംഗ് സ്പേഷ്യൽ റെഫറൻസ് ഇൻഫർമേഷൻ. ദി ഡാറ്റ ക്യാൻ ബി ഡ്രോൺ ഇൻ ആർക്ക്മാപ്പ് ബട്ട് കനോട്ട് ബി പ്രൊജക്റ്റഡ്. എന്ന് വെച്ചാൽ ഇതില് നമുക്ക് സ്കെയിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊജക്ഷൻ സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ജിയോ റെഫറൻസ് ചെയ്യണം. ആ പ്രോസസ് ആണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇമേജ് ആഡ് ചെയ്തു. ഈ ഇമേജ് നിങ്ങൾക്ക് എന്തിൻ്റെയാണെന്ന് അറിയാം, നമ്മുടെ ശോകനാശിനി പുഴ നിങ്ങൾക്ക് കാണാവുന്നതാണ്, റൈറ്റ്. അപ്പോ ഇത് ഇതാണ് പഠിക്കുന്നത്, റൈറ്റ്. അപ്പോ ഇതില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടത്. അതില് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ്, ഇതിൽ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുക. ഇതില് XY കോർഡിനേറ്റ്സ്, ഈസ്റ്റ് നോർത്ത് ആണ്. അതിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതില് EPSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ പെട്രോളിയം സർവേ ഗ്രൂപ്പ്. അതില് ഒരു പർട്ടിക്കുലർ നമ്പർ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം ചെയ്യുന്നത്. അതായത് നമുക്ക് പ്രധാനമായിട്ടും ഈ പറയുന്ന പ്രൊജക്റ്റഡ്
അല്ലെങ്കിൽ ഗ്ലോബൽ. ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ഇനി അതൊക്കെ ഫ്യൂച്ചറിൽ പഠിക്കുന്നതാണ്, കാർട്ടോഗ്രഫിയുടെ തിയറിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോ നമുക്ക് വേണ്ടത് മാപ്പ് 2D ആണ്, ഗ്ലോബ് 3D. അപ്പോ ഒരു 2Dയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ്, ഒരു സർഫസ്. അപ്പോ അതിന് നമുക്ക് ഈ ഗ്ലോബൽ പ്രൊജക്ഷൻ സിസ്റ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് ഈ കാണുന്നത്. അതില് EPSG എന്ന് പറഞ്ഞ യൂറോപ്യൻ പെട്രോളിയം സർവേ ഗ്രൂപ്പ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പർട്ടിക്കുലർ കോഡ് ഉണ്ട്. അതിൽ ഈ നമ്പർ നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചോ, 32643. അതായത് ഇന്ത്യയുടെ, പാകിസ്ഥാൻ, ചൈന ഈ ഭാഗങ്ങളിലൊക്കെ ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നമ്പറാണ്. ഈ നമ്പർ നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. റൈറ്റ്, ഈ നമ്പർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി, ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ അതിന്റെ ഒക്കെ അബ്രിവേഷൻ ആണ് ഐഡന്റിഫിക്കേഷൻ സ്പെസിഫിക് കോർഡിനേറ്റ് സിസ്റ്റം ആണ്. പിന്നെ WGS84 വേൾഡ് ജിയോഡറ്റിക് സിസ്റ്റം 1984 അത് വന്നത്. അതാണ് WGS84. ഇത് റെഫറൻസ് എലിപ്സോയിഡ് ഡാറ്റം യൂസ്ഡ്. UTM എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ സിസ്റ്റം, സ്പെസിഫിക്കലി സോൺ 43 എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ ഭാഗങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ നമ്പറുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിലെ എക്സും വൈയും ശ്രദ്ധിക്കുക. റൈറ്റ്, അപ്പൊ നമ്മൾ അവിടെ ആഡ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ. അപ്പൊ ഞാനിത് ഈ നമ്പർ കോപ്പി ചെയ്യാണ്. ഈ നമ്പർ നിങ്ങൾ ഈ നമ്പർ ഓർത്ത് വെച്ചോളുക. 32 അവിടെ 32643. റൈറ്റ്, ഞാനിതിങ്ങനെ കോപ്പി ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ജിയോ റെഫറൻസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇവിടെ പോയിട്ട് ഈ ലേയേഴ്സ് വേണ്ട, ആർക്ക് മാപ്പ് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതില് ഈ പറയുന്ന ലേയേഴ്സ് അതില് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടിയിൽ പോവുക. പ്രോപ്പർട്ടിയിൽ പോകുമ്പോൾ ഇതില് കോർഡിനേറ്റ് സിസ്റ്റം, ഇതിലിങ്ങനെ പല സംഭവങ്ങളുണ്ട്, ഡാറ്റ ഫ്രെയിം. അപ്പൊ നമുക്ക് ആവശ്യം ഇതില് കോർഡിനേറ്റ് സിസ്റ്റം. അതില് ഞാൻ ഈ കോപ്പി ചെയ്തിട്ടുള്ള നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. എന്റർ വേണ്ട, WGS84. റൈറ്റ്, പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ്, UTM ആണ്, യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ പ്രൊജക്ഷൻ ആണ്, നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ജസ്റ്റ് ഇത് കൊടുക്കുക, ഇതിങ്ങനെ ഇതില് പ്ലേ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇത് ജിയോ റെഫറൻസ് ചെയ്യുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഈ പറയുന്നത് കേട്ടോ. ഒന്നുകൂടെ കാണിക്കാം. ഇതില് ലേയേഴ്സ്, പ്രോപ്പർട്ടിയില് കോർഡിനേറ്റ് സിസ്റ്റം. അതില് നമ്മൾ ഈ സെർച്ച് ബാറിൽ നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക, നമ്പർ എന്റർ കൊടുക്കുക. വേണ്ട, അപ്പൊ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന ഫുള്ളായിട്ട് വന്നതാണ്. അത് പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. 2Dയും 3Dയും കേട്ടോ. അപ്ലൈ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. സംഭവം ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വേണ്ടത് ഇത് ജിയോ റെഫറൻസിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ ഞാൻ ഇതിൽ XY മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അതായത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇതിൽ ജിയോ റെഫറൻസ്, ഞാൻ എന്റെ കേഴ്സർ പോകുന്നത് ശ്രദ്ധിക്കുക. ജിയോ റെഫറൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ, നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ വിൻഡോ പോലെ ജിയോ റെഫറൻസിങ് എന്ന് പറഞ്ഞ വിൻഡോ, അതിൽ നമ്മൾ ഇത് എടുത്തിരിക്കുന്ന ഇമേജ് അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിരിക്കുന്നത് കാണാം. ഇനി ഈ ജിയോ റെഫറൻസിങ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വേണ്ട, ഇത് ചെയ്യുന്ന മുൻപ് നമ്മൾ ചെയ്ത പോലെ തന്നെ വേണ്ട, ജിയോ റെഫറൻസിങ് നമ്മൾ അത് ഓഫ് ചെയ്തു. ഇപ്പൊ ഞാനത് ഒന്നുകൂടെ ചെയ്യാൻ പോവാണ്. വേണ്ട, ജിയോ റെഫറൻസിങ് ആഡ് ചെയ്യുക. വേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. റൈറ്റ്, അപ്പൊ ഈ ടൂൾ ബാർ എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക. വേണ്ട, നമുക്ക് ഇതിങ്ങനെ മാറ്റാൻ പറ്റുന്നുണ്ടോ, മുകളിൽ എവിടെയാണ് വെച്ചാൽ എവിടെയാണ് സ്ഥലമുള്ളത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വേണ്ട, ജിയോ റെഫറൻസിങ്. അപ്പൊ ഇത് ചെയ്യാനുള്ള ഇമേജ് ഇപ്പൊ ഒരു ഇമേജേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. റൈറ്റ്, നമുക്ക് ഇതിലെങ്ങനെ ഈ പിൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവിടെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആഡ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, അപ്പൊ ഞാൻ ആദ്യം ഓരോ പോയിന്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഈ ഗ്രൗണ്ടിലെ പോയിന്റ് ആദ്യം ആഡ് ചെയ്യാൻ പോകണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് കണ്ട ഈ ജിയോ റെഫറൻസിങ് ഇതിൽ ഇത് കണ്ട ആഡ് കൺട്രോൾ പോയിന്റ്സ്. കൺട്രോൾ പോയിന്റ്സ് ഗ്രൗണ്ട് കൺട്രോൾ പോയിന്റ്സ് എന്ന് തന്നെ പറയാ, GCP. അപ്പൊ ഞാൻ ഇവിടെ കൺട്രോൾ പോയിന്റ് ആഡ് ചെയ്യാൻ പോവാണ്. കണ്ട ഇവിടെ പ്രസ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ക്രോസ് മാർക്ക് വന്നു. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ കൺട്രോൾ പോയിന്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു, ദെൻ റൈറ്റ് ക്ലിക്ക്, ഇൻപുട്ട്
XY കണ്ട, പ്രസ് ചെയ്യുക, ഇൻപുട്ട് XY. അതില് നമ്മൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുക, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. 688 604 04.30 X Y. മാർക്ക് ചെയ്യണം, മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ മാറ്റണം കേട്ടോ. 11.842.39. ഇത് ഓക്കെ കൊടുക്കുക. അപ്പൊ അത് പോയി, നമുക്കത് നോക്കി ഇത് നോക്കി ഈ സിമ്പൽ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വെറുതെ പോയിന്റ് ക്ലിക്ക് ചെയ്യരുത്. ദെൻ ഈ ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സൂം ടു ലെയർ. റൈറ്റ്. അപ്പൊ നമ്മള് ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഈ ചുവപ്പ് കളറിൽ കാണുന്ന കണ്ടോ, നമ്മള് ഒരു പോയിന്റ് ആഡ് ചെയ്യും. റൈറ്റ്. ഇത് സൂം ഔട്ട് ചെയ്യാം. പിന്നെ കേഴ്സർ അല്ല, ഈ മൗസിന്റെ എന്താ പറയാ, മൗസ് വീൽ അങ്ങോട്ട് കൂടി തിരിച്ചാൽ മതി. റൈറ്റ്. അപ്പൊ നമ്മൾ ഒരു പോയിന്റ് ആഡ് ചെയ്തു. മിനിമം 3 പോയിന്റെങ്കിലും ആഡ് ചെയ്യണം. 4 പോയിന്റ് ആഡ് ചെയ്താൽ കൂടുതൽ അക്യുറസി ഉണ്ടാവും. റൈറ്റ്. ഞാൻ അടുത്ത പോയിന്റ് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. അടുത്ത പോയിന്റ്. സോ അഗെയിൻ ഇതിൽ ഇത് വേണ്ട, ആഡ് കൺട്രോൾ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിവിടെ ഇത് ഈ ഭാഗത്തായിട്ട് നമ്മൾ ഈ പോയിന്റ് ആഡ് ചെയ്യണം. അങ്ങനെ ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. കേട്ടോ, ഇൻപുട്ട്, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആദ്യം ക്ലിക്ക് ചെയ്യുക, പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻപുട്ട് XY വാല്യൂസ്. അപ്പോ ഇവിടെ X എത്രയാ? 688. ഇത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആണ് കേട്ടോ. 688 258.65 X Y എത്രയാ? 11.819.17.61. ഓക്കെ കൊടുക്കുക. ഇതിങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക. ഈ സിമ്പൽ എടുക്കുക, പാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പൽ എടുക്കുക കേട്ടോ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആഡ് ചെയ്തു. നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ആഡ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് എവിടെയാണ്? നമ്മുടെ മെയിൻ ബ്ലോക്കിലുള്ള പോയിന്റ്. റൈറ്റ്. അപ്പൊ ഇവിടെ അഗെയിൻ ആഡ് കൺട്രോൾ പോയിന്റ്, അവിടെ മെയിൻ ബ്ലോക്കിലുള്ള പോയിന്റ്, ഇൻപുട്ട് XY. ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. 688,531.93. Y എത്രയാണ്? 11.944 X Y. അപ്പോൾ നമ്മള് again കൺട്രോൾ പോയിന്റ്സ് നോക്കട്ടെ, ഒരു മിനിറ്റ്. എന്തോ കുഴപ്പമുണ്ടല്ലോ. ചെറിയതായിട്ട് എന്തോ ഒരു കുഴപ്പം വന്നിട്ടുണ്ട്. Some problem of writing.
അത് എലിമിനേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്നുകൂടെ പോയിന്റ്സ് കൊടുക്കാം. എനിക്ക് ചെറിയൊരു സംശയം, അപ്പൊ അതൊന്ന് ഒന്നുകൂടെ നമുക്ക് കൊടുക്കാം. ആദ്യം ലേഡീസ് ഹോസ്റ്റലിലെ പോയിന്റ് കൊടുക്കാം. അവിടെ കൊടുക്കുന്നു. x5 698 562 point 00 118 21 40 20 x5 രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഇത് കൊടുക്കാം. റൗണ്ടിലെ പോയിന്റ് കൊടുക്കാം. ആഡ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് 688 604 point 30 184 2 point 39 രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിലെ പോയിന്റ് ചെറിയ തെറ്റ് വന്നെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ചെയ്യുന്നത് മാത്രം കേട്ടോ. അതൊക്കെ നമ്മള് മൂന്നാമത്തെ പോയിന്റ് കൊടുക്കുന്നു. ഇൻപുട്ട് 688 258 65 600 258 11 81 917 81 917.61 ഒക്കെ കൊടുക്കുന്നു. 3 പോയിന്റ് കൊടുത്തു. നമുക്ക് 4ാമത്തെ പോയിന്റ് കൂടെ കൊടുക്കാം. 3 പോയിന്റ് ചെയ്താൽ കറക്റ്റ് ആവാറുണ്ട്. അല്ല 1 2 നമ്മള് 4ാമത്തെ പോയിന്റ് കൂടെ ആഡ് ചെയ്യുന്നു. റൈറ്റ്, നമ്മുടെ മെയിൻ ബ്ലോക്കിന്റെ. നിങ്ങൾക്ക് ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് തന്നെ ആദ്യം ചെയ്യണമെന്നൊന്നുമില്ല. ഇൻപുട്ട് x5 688 531.93 688 531.93 118 1944.99. ഓക്കെ, നമ്മള് ആഡ് ചെയ്തു. 4 പോയിന്റ് ആഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതില് ജിയോ റെഫറൻസിങ്, ഇതില് അപ്ഡേറ്റ് ജിയോ റെഫറൻസിങ് വേണ്ട. സി ദി കറന്റ് റാപ്പ് ടു ദി ഡാറ്റാ സെറ്റ്. അപ്പൊ ഇതില് ജിയോ റെഫറൻസിങ് എടുക്കുക. റെഫറൻസിങ്ങില് update your referencing. Yes, it is success. അത് സക്സസ് ആയോ എന്ന് എങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് നമുക്കിത് ഇതില് ഇമേജിന്റെ പ്രോപ്പർട്ടി പോണം.
പ്രോപ്പർട്ടി പോയിട്ട് ഇതില് സോഴ്സ് ജനറൽ സോഴ്സില് വേണ്ട സ്പേഷ്യൽ റെഫറൻസ് WGS 194 UT1 43N മീറ്റർ ഡിഗ്രി വേണ്ട ഇതില് ഈ ഡാറ്റ ഇത് ഞാനത് ആദ്യം കാണിക്കണമായിരുന്നു. ഓക്കെ, അത് കാണിക്കാം, ഒരു മിനിറ്റ്. അപ്പോ ഇതിൽ ഈ സംഭവം വേണ്ട. അപ്പൊ ഞാനിത് എന്താണെന്നറിയോ, ഇതിൽ ജിയോ റെഫറൻസ് ചെയ്യാത്ത ഒരെണ്ണം കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ഇതില് ഇമേജിന്റെ ഒരു കോപ്പി എടുക്കാം. ഇമേജ് കോപ്പി ഇട്ട് ഞാനിത് ഇതിലേക്ക് ഇടുകയാണേ. വേണ്ട, ഇതിന്റെ ഒരു കോപ്പിയാണ്. വേണ്ട, ഇമേജ് കോപ്പി ഇട്ടു. ഇതിന്റെ പ്രോപ്പർട്ടി പോവുക, ഇതിന്റെ സോഴ്സ് ഇൻഫർമേഷൻ സ്പേഷ്യൽ വേണ്ട, സ്പേഷ്യൽ റെഫറൻസ് അൺഐഡന്റിഫൈഡ്. ഇനി നമുക്ക് നമ്മൾ ചെയ്തത് ഇതിന്റെ നോക്കുക. സ്പേഷ്യൽ റെഫറൻസ് സോഴ്സ് വേണ്ട, സ്പേഷ്യൽ എക്സ്റ്റെൻഡ് സ്പേഷ്യൽ റെഫറൻസ് അൺഐഡന്റിഫൈഡ് മാറി എന്തായി, അതില് സ്പേഷ്യൽ ഇൻഫർമേഷൻ വന്നു. റൈറ്റ്, അപ്പൊ ഇറ്റ് ഈസ് സക്സസ്ഫുൾ. ഞാനിത് മാറ്റുകയാണ്. ഇനി ഇത് ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്, എങ്കിലും ഒരു സംഭവം കൂടെ കാണിച്ചു തരുമ്പോൾ അത് ക്ലിയർ ആവും. ഇത് ചില സമയത്ത് 100% അക്യുറസി ഉണ്ടാവും, ചില സമയത്ത് അത് ഇത്ര അക്യുറസി ഉണ്ടാവൂല. എങ്കിലും കാണിച്ചു തരാം. QGIS നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. ഇതില് നിങ്ങൾ ഇത് ചെയ്തു നോക്കണ്ട, ഞാനിത് ജസ്റ്റ് ഇത് എങ്ങനെ കാണിച്ച് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഒന്ന് കാണിക്കാന്ന് മാത്രം. റൈറ്റ്, ഈ എങ്ങനെയാണ് ഞാനിപ്പോ നിങ്ങളൊരു സംഭവം ചെയ്തു, ഞാനത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ, സോ ഐ വിൽ വെരിഫൈ ലൈക്ക് ദിസ്. റൈറ്റ്, അപ്പൊ ഞാനിത് ഇതാണ് നമ്മൾ ജിയോ റെഫറൻസ് ചെയ്തത്. ഞാനിത് ഇതിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടുന്നു. റൈറ്റ്, വേണ്ട, അതെ, ആ പുഴ പോകുന്നത് വേണ്ട, വേണ്ട. ജിയോ റെഫറൻസ് ചെയ്താൽ ഇതിങ്ങനെ ഇതാണ് നമ്മുടെ കോളേജ്. ആ മാപ്പിൽ ഓവർലേ ചെയ്ത് കിടക്കുന്നുണ്ടോ? വെരി അക്യുറേറ്റ് കറക്റ്റ് ആ പുഴയുടെ ഇത് കാണുന്നുണ്ടോ? ഓക്കെ, വേണ്ട, 100% അക്യുറസി. അപ്പൊ നിങ്ങൾ ചെയ്തൊരു വർക്ക് എങ്ങനെയാണ് ഞാൻ വെരിഫൈ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ അവിടെ സിസ്റ്റത്തിൽ QGIS ഉണ്ട്, അവിടെ നമ്മൾ നെറ്റ് കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഈ സംവിധാനങ്ങളില്ല. അപ്പൊ എങ്ങനെയാണ് വെരിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റോഡ് പോകുന്നുണ്ടോ? റോഡ് പോകുന്ന നോക്ക്, ആ പുഴ പോകുന്ന നോക്ക്, വേണ്ട, ആ കോളേജ് ബാക്ക്ഗ്രൗണ്ട് നോക്കി, കേട്ടോ, കോളേജ്. റൈറ്റ്, വേണ്ട, ഇതാണ് ജിയോ റെഫറൻസ് ചെയ്യാത്തതും ജിയോ റെഫറൻസ് ചെയ്തതായിട്ടുള്ള
ഇമേജിന്റെ ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഡാറ്റ അപ്ലോഡ് ചെയ്യാം. നിങ്ങളത് ഡാറ്റ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മെയിലിലോ അയച്ചു തരാം. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യുക, ഡാറ്റ ഡൗൺലോഡ് ചെയ്യുക, ഇമേജ് ഞാൻ തരും നിങ്ങൾക്ക്. അപ്പൊ ആ ഇമേജിൽ ഇതേപോലെ ജിയോ റെഫറൻസ് ArcGIS ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. സോ വർക്കുകളെല്ലാം ചെയ്തോളുക. നമുക്ക് സമയം കുറവാണ്. മിക്കവാറും മാർച്ച് ആദ്യം അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനം ഉണ്ടാവും എക്സാം. നമുക്ക് ഇന്റേണൽ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ വർക്ക് കുറച്ച് ഫാസ്റ്റ് ആയിക്കോളുക. പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഏതൊക്കെ എക്സസൈസ് ചെയ്തു എന്നുള്ളത് ഒന്ന് മറക്കാതിരിക്കുക. നമ്മൾ ആദ്യം ഇമേജ് എങ്ങനെയാണെന്ന് നോക്കി, ലാൻഡ്സാറ്റ് ഇമേജ്, പിന്നെ അതിന്റെ ബാൻഡ് കോമ്പിനേഷൻ നോക്കി, അൺസൂപ്പർവൈസ്ഡ് ചെയ്തു. ഇപ്പൊ ജിയോ റെഫറൻസിങ് ചെയ്തു, ഇമേജ് ജിയോ റെഫറൻസിങ് എന്ന് പറഞ്ഞ എക്സസൈസ്. ഇനി നമുക്കുള്ളത് സൂപ്പർവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ, പിന്നെ ഡെമ്മിന്റെ ബേസ്ഡ് ആയിട്ടുള്ള 2 എക്സസൈസ്. റൈറ്റ്. അപ്പൊ ഇത് ചെയ്തു. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ഇത് ട്രയൽ ആൻഡ് എറർ ആണ്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുക, പിന്നെയും ചെയ്യുക, അങ്ങനെ ഒരു 3-4 തവണ ചെയ്യുമ്പോൾ മാത്രമേ ഇത് സക്സസ് ആവുകയുള്ളൂ കേട്ടോ. സോ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. താങ്ക് യു. താങ്ക്സ് അ ലോട്ട്.